every day, late at night, not okay. All I want, and I pray, all I need are some better days. Fuck me, I'm looking in the mirror, so foggy, but I've never seen ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യാസ് വേൾഡ്. എല്ലാവരും എന്തെടുക്കുകയാണ്? സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയുക. പിന്നെ നമ്മുടെ ഡെയിലി വ്ളോഗ്സിൽ 30 കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി വ്ളോഗൊക്കെ ഇഷ്ടമാണോ, ഇഷ്ടമായോ എന്നുള്ളതൊക്കെ പറയാം കേട്ടോ. ഇനിയും ഡെയിലി വ്ളോഗൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്നാലല്ലേ എനിക്ക് ഇടാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് വീഡിയോ അങ്ങനെ നമ്മൾ എഡിറ്റ് ചെയ്തിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ 2 ദിവസം ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കും ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതൊക്കെ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. പിന്നെ ചിലവരൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട് ഡെയിലി വേണ്ട, ഒരു ദിവസം ഒന്നരാടം വെച്ചിട്ട് മതി എന്ന് പറയാറുണ്ട് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും ഞാൻ ഓക്കെയാണ്, ചെയ്യാനും ഞാൻ ഓക്കെയാണ്. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ പോകണം എന്നുള്ളത് കണ്ടാലോ. ഇപ്പോൾ രാവിലെ തന്നെ എന്തുണ്ടാക്കണം എന്നൊരു ചിന്തയിലാണ് ഞാൻ ഏറ്റിട്ടുണ്ടായിരുന്നത്. എനിക്കൊന്നും ഇന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കാനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ പീലിക്കുട്ടിക്ക് സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും വലിയ സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൾക്ക് ജലദോഷം ഒക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കും ചെറുതായിട്ട് അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ രാവിലെ തന്നെ ഒരു ചായ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ട്. ചായ കുടിച്ചാൽ പിന്നെ ഫുൾ ഓണാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാഗി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ എന്നാൽ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതാണെന്നുണ്ടെങ്കിൽ പിന്നെ തിരിച്ച് കണ്ണും പൂട്ടിയാണ് കഴിച്ചോളും. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, എനിക്കും ഇഷ്ടമാണ്, എല്ലാവരും കഴിക്കുകയും ചെയ്യും. അപ്പോൾ നോക്കി അതുണ്ടാക്കി പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ജസ്റ്റ് വെള്ളം തിളപ്പിക്കുക, അതിലിടുന്നു, പിന്നെ അതിൻ്റെ ആ മസാലയൊക്കെ ഇട്ട് സെറ്റാക്കി, കുറച്ച് ടൊമാറ്റോ സോസും, സംഭവം സെറ്റായി. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ ദിച്ചുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദിച്ചുവിന് കുറച്ചിങ്ങനെ വെള്ളത്തോടുക്കനുള്ളതാണ് കേട്ടോ ഇഷ്ടം. കുറച്ചിങ്ങനെ വെള്ളമായിട്ട് കിടക്കണം. അപ്പോൾ അവന് അതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ വഴി എന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഇരുന്ന് കഴിഞ്ഞാൽ അത് ഇങ്ങനെ കട്ടായി പോകുമല്ലോ. പിന്നെ ഞാനും കണ്ണേട്ടനൊക്കെ കഴിച്ചു. കണ്ണേട്ടന് എവിടേക്കോ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം റെഡിയായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞാൻ ക്ലീനിങ്ങിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി ഫുള്ളൊന്ന് അടിച്ചു വാരി തുടച്ചിട്ട് വേണം അടുത്ത പരിപാടികളൊക്കെ എടുക്കാൻ. ഇപ്പോൾ പീലിക്കുട്ടി ഉറങ്ങുകയാണ്. പീലിക്കുട്ടി നീക്കുമ്പോഴേക്കും ക്ലീനിങ് കഴിയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു സമാധാനമാണ്. അപ്പോൾ അവൾക്ക് ഏത് കൂടെ വേണമെങ്കിൽ നടക്കുക, ഇരിക്കുക ഒക്കെ ചെയ്യാമല്ലോ. മറ്റത് എന്തെങ്കിലും താഴത്ത് കിടക്കുന്നുണ്ടെങ്കിൽ ആളത് പെറുക്കി വായിലിടും. നല്ല സൂക്ഷിക്കേണ്ട സമയമാണ് ഇപ്പം. എന്ത് കിട്ടിയാലും വായിക്കിടുക, പിന്നെ അതുപോലെ ഗേറ്റ് കടന്ന് പോവുക, അങ്ങനത്തെ പല പരിപാടികളുണ്ട് ആളുടെ കയ്യിലിപ്പം. ആദ്യമൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തീരെ പേടിയില്ല. സിറ്റ് ഔട്ടിലെ ഗേറ്റ് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൾ മുറ്റത്താണ്. അപ്പോൾ നല്ല സൂക്ഷിക്കും ഞാൻ. ഫ്രണ്ടിലെ വാതിലോ അല്ലെങ്കിൽ ബാക്കിലെ വാതിലൊക്കെ അടച്ചിട്ട് ഗേറ്റൊക്കെ അടച്ചിട്ട് മാത്രമാണ് ഇരിക്കുള്ളൂ. അധികം എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരിക്കും. അധികവും ഞാൻ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കും. അങ്ങനെ ദിച്ചുനാണെന്നുണ്ടെങ്കിൽ LSSൻ്റെ എക്സാമൊക്കെയാണ്. അപ്പോൾ അവൻ്റെ കൂടെ ഇരുന്നിട്ട് കുറച്ച് നേരം പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ ഉണ്ട്. ഞാൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ കുറച്ച് നേരം കൂടെ പഠിക്കും. ഞാൻ ഇരുന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇഷ്ടം പോലെയുള്ള പഠിത്തമാണ് കേട്ടോ. കുറച്ച് നേരം പഠിക്കും, കുറച്ച് നേരം കിടക്കും, ഇരിക്കും, ഒന്ന് നടന്ന് വരും പുറത്തു കൂടെയൊക്കെ, അങ്ങനെയാണ്. അപ്പം ഞാൻ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ ദിച്ചുവിനെ ഞാൻ പഠിപ്പിക്കാൻ ഇരുത്തിയിട്ടുണ്ട്. അതിനിടയിൽ ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ട് ഒന്ന് ആളേനെ ഉഷാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നാൽ ആൾക്ക് ദേഷ്യം വരും. അപ്പോൾ ആർക്കായാലും വരുമല്ലോ കുറച്ചധികം നേരം ഇരുന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് സ്നാക്സൊക്കെ കൊടുത്ത് കുറച്ച് റെസ്റ്റൊക്കെ കൊടുത്തിട്ടാണ് പിന്നെയും പഠിപ്പിക്കുന്നത്. ഇപ്പോൾ സൺഡേ കൊണ്ട് കുറച്ച് നേരം ഇരുന്ന് പഠിക്കണമല്ലോ, പിന്നെ ഇന്ന് ഞാൻ കളിക്കാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ ദിച്ചുൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്നു. അപ്പോഴാണ് ഒരു ഓട്ടോ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഉച്ചത്തെ ഫുഡ് വന്നതായിരുന്നു. നമുക്ക് നമ്മുടെ നാട്ടിലൊരു ബിരിയാണി ഫെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വാങ്ങിച്ചതായിരുന്നു. പിന്നെ അങ്ങനെ പായസം ഫെസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊരു ബിരിയാണി ഫെസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ പൂരത്തിൻ്റെ ഭാഗമായിട്ട് എന്തോ ആണ് തോന്നുന്നു നമ്മുടെ. അപ്പോൾ അത് അങ്ങനെ ദിച്ച് ബിരിയാണി കൊണ്ടൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയുള്ളൂ കേട്ടോ. ബിരിയാണിയൊക്കെ കൈ കിട്ടി നമുക്ക് ഒട്ടും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. നമ്മൾ എന്തായാലും കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ദിച്ചുവിന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിച്ചു കുറച്ച് നേരം പീലീനെ നോക്കുമല്ലോ, ആ ഒരു ടൈമിൽ എനിക്ക് കഴിക്കാമല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പീലിയുടെ കൂടെ ഓടിയിട്ടും നടന്നിട്ടൊക്കെയാണ് കേട്ടോ ഫുഡ് കഴിക്കാം. ബിരിയാണി കാണുന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് നേരം വിസ്തരിച്ചിരുന്ന് ആസ്വദിച്ച് കഴിക്കണം എന്നുണ്ട്. അപ്പോൾ എന്തായാലും ആദ്യം ദിച്ചുവിന് കൊടുത്തു. അപ്പോൾ അവനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ബിരിയാണി കിട്ടി ആദ്യം ലെഗ് പീസ് ഉണ്ടോയെന്നാണ് കേട്ടോ ദിച്ചു നോക്കുക. ഞാനും അങ്ങനെയാണ്. അപ്പോൾ ദിച്ചുന് എന്തായാലും ലെഗ് പീസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിച്ചു ഫുള്ളും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുക, കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ കളിക്കാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ആൾ കളിക്കാൻ പോയി വന്നിട്ട് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻസ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അങ്ങനെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കുമ്പോൾ അതാ ഞാനും നോക്കിയിരുന്നു ഗേസ് ലെഗ് പീസ് ഉണ്ടോ എന്നുള്ളത്. പക്ഷേ എനിക്ക് മാത്രം ലെഗ് പീസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനങ്ങനെ നോക്കുന്നതുകൊണ്ടാണ് തോന്നുന്നത് ഇച്ചും അതുപോലെ ചെയ്യും കേട്ടോ. ആദ്യം ബിരിയാണി കിട്ടി അതിൽ ലെഗ് പീസ് ഉണ്ടോ എന്ന് നോക്കും. എന്താണെന്നറിയില്ല, അത് കഴിക്കുമ്പോൾ ഒരു പൊലിവാണ്, എന്ത് സംഭവം എന്നറിയില്ല. എല്ലാത്തിനും ആ ഒരു ടേസ്റ്റൊക്കെ തന്നെയാവും, എന്നാലും അങ്ങനെ ഒരു രസം. അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കട്ടെ. കുഴപ്പമില്ലാത്തൊരു ബിരിയാണി ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളിയൊന്നും പറയല്ല, കുഴപ്പമില്ല, ഓക്കെ ഓക്കെ. അപ്പം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വയറ് നിറയെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഉണ്ണിക്കുട്ടി നവ്യൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ ഈ 3 വീട്ടിലും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീട്ടിലും ഇന്ന് ബിരിയാണി ആയിരിക്കും മിക്കവാറും. നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെ എന്തെങ്കിലും ബിരിയാണി ഫെസ്റ്റ് അങ്ങനെ പായസ ഫെസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും വാങ്ങിക്കുമല്ലോ, നമ്മളെ നാട്ടിലത്തെ ഒരു കാര്യമില്ല എന്നും പറഞ്ഞിട്ടും. അപ്പോൾ അവരൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിലിക്കുട്ടിക്ക് ഞാൻ കൊടുത്തു നോക്കി, അവൾ തിരിച്ചു വയ്ക്കുമ്പോൾ കഴിച്ചിട്ടുണ്ട്. ഞാൻ കൊടുത്തപ്പോൾ ഒരു വായൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അവൾ കഴിച്ചില്ല കേട്ടോ. അപ്പോൾ അതാ ദിച്ചും പിലിക്കുട്ടിയും കൂടെ ഈ ഒരു വണ്ടിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദിച്ചുവിൻ്റെ കൂടെ ഇരിക്കുന്നത് പിലിക്കുട്ടിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇത് ഓടിക്കുമ്പോഴേ. അവൾക്ക് ഒറ്റയ്ക്ക് ഓടിക്കാൻ വയ്ക്കില്ലല്ലോ. അപ്പോൾ അവൻ കയറ്റാതൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കും, അമ്മ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞ് കയറ്റിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ നല്ല ഹാപ്പി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ബിരിയാണി തുറന്നപ്പോഴേക്കും ഇതാ നമ്മുടെ പൂച്ചക്കുട്ടന്മാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. എവിടുന്നാന്നറിയില്ല, എല്ലാവരും കൂടെ ഓടിപ്പാഞ്ഞെത്തിയിട്ടുണ്ട്. ഒരാൾ ഇവിടെ കാണാം, ഇനിയിപ്പോൾ 1ഉം 2ഉം 3ഉം ഒക്കെ കാണാം കേട്ടോ. വഴിയെ വരും. ഈ ഒരു സ്മെല്ല് കിട്ടി അവരെവിടെ നിന്നൊക്കെയോ ഓടി വരും. അപ്പോൾ ഇതാ നമ്മുടെ പീലിക്കുട്ടിക്ക് ഇപ്പോൾ പൂച്ചേനെ തീരെ പേടിയില്ല കേട്ടോ. മറ്റേത് പൂച്ചനെ കാണുമ്പോൾ അവൾക്ക് നല്ല പേടിയായിരുന്നു. ഇപ്പോൾ പൂച്ചകളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടേ ആൾക്ക് തീരെ പേടിയില്ല. അടുത്തേക്കൊക്കെ പോയിട്ട് പിടിക്കാനൊക്കെ പോകും. എനിക്ക് നല്ല പേടിയാണ് കേട്ടോ, ഞാനങ്ങനെ വിടൊന്നുമില്ല. പക്ഷേ കുട്ടികളുടെയൊക്കെ അടുത്താവുമ്പോഴേ എങ്ങാനും പോകുമോ എന്നാണ് എനിക്ക് ടെൻഷൻ. അപ്പോൾ അവൾ കണ്ടില്ലേ പൂച്ചകളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ അവൾ ഭക്ഷണം കഴിക്കുമ്പോൾ വായ നിർത്തിട്ടൊക്കെ പൂച്ചയ്ക്ക് എറിഞ്ഞു കൊടുക്കും കേട്ടോ. അങ്ങനത്തെ ഒക്കെ ടൈപ്പായിരുന്നു ഇപ്പോൾ ആൾ. പിന്നെ അതുപോലെ കോഴീനെ പേടിയില്ല. ആദ്യം കോഴീനെയും പേടിയായിരുന്നു. കോഴിയൊക്കെ അതിൻ്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും ഓടിയിരുന്നു കേട്ടോ. ഇപ്പോൾ കോഴീനെയും പേടിയില്ല. ഇപ്പോൾ ആകെ പേടിയുള്ളത് നായനാണ്. നായനെ കണ്ട ബോബു ബോബു എന്ന് പറഞ്ഞിട്ട് ഓടി വരും അടുത്തേക്ക്. നമ്മൾ പുറത്തേക്കൊന്നും വിടില്ല, ഉള്ളിൽ തന്നെ കാണുമല്ലോ നമ്മൾ നായ്ക്കളൊക്കെ പുറത്തു കൂടെ വന്നാൽ. അപ്പോൾ അതൊക്കെ കണ്ടാൽ ഓടി വന്നിട്ട് ബോബു ബോബു എന്ന് പറയും. ഇപ്പോൾ കണ്ട പൂച്ചനെ പിടിക്കാൻ പോവുകയാണ്. ഞാൻ എന്തായാലും മുറ്റത്ത് കൂടെ ഒന്ന് ഇറക്കുക പോലും ഇല്ല കേട്ടോ. ഇവരൊക്കെ വരുമ്പോഴാണ്, പിന്നെ കുട്ടികളൊക്കെയാണ് മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറക്കുക പിടിക്കുകയൊക്കെ ചെയ്യുക. എന്നാലും എനിക്ക് ടെൻഷനാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ന്യൂ ഇയർ പ്രോഗ്രാമിൽ ഞങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഡാൻസ് വീരനാട്യം. ആ പാട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ പീലിക്കുട്ടിക്ക് ഫോൺ വേണം. അത് കിട്ടുന്ന വരെ വാശി പിടിച്ചുകൊണ്ടിരിക്കും കേട്ടോ ആളും. ഇത്ര ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഫോണൊന്നും അങ്ങനെ കൊടുക്കാൻ പാടില്ല. പക്ഷെ ആൾ പിടുത്തം വിട്ട വാശിയായിരിക്കും. ഫോണിൽ ഇതുണ്ട് എന്നുള്ളത് നമ്മൾ വലിയവരൊക്കെ കണ്ടിട്ട് ആൾക്കറിയാം, കാണുന്നത് കണ്ടിട്ട് ആൾക്കറിയാം. നമ്മളിപ്പോൾ അവളെടുത്തിട്ടാണല്ലോ ഇത് കാണുന്നത്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ അമ്മയാണെന്നുണ്ടെങ്കിലും കണ്ണേട്ടനാണെന്നുണ്ടെങ്കിലും അങ്ങനെ എല്ലാവരും അവളായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണും ഒക്കെ ചെയ്യലും. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു പീലിക്കുട്ടിക്ക് അറിയും അതിൽ ഈ ഒരു പാട്ട് വരുമ്പോൾ തന്നെ അറിയും ഈ ഒരു ഡാൻസ് അതിലുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ നല്ല കുറുമ്പ് കാണിക്കും കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ടും. അപ്പോൾ അവളുടെ കയ്യിൽ തന്നെ അത് പിടിക്കും വേണം. ഇടയ്ക്ക് അവളെ നീറ്റ് നിന്നിട്ട് ഡാൻസൊക്കെ കളിക്കട്ടും. അങ്ങനെയാണ് ഇപ്പോൾ അവളുടെ ഒരു മൂഡ്. അപ്പോൾ ദിച്ചിങ്ങനെ ചൊറിയാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. അവളുടെ അടുത്ത് എങ്ങനെയെങ്കിലും ആ ഫോൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവന് 2 ഗെയിം കളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടും ഞങ്ങൾക്ക് തന്നെ കിട്ടുന്നില്ല. ഇനിയിപ്പോൾ ദിച്ചുവിന് തീരെയും കൊടുക്കില്ല കേട്ടോ. ദിച്ചുവിൻ്റെ കയ്യിൽ എന്തൊരു സാധനം ഉണ്ട് എന്നുണ്ടെങ്കിലും ആൾക്ക് വേണം. അങ്ങനെയാണ്. പിന്നെ അങ്ങനെ സോപ്പ് ഇട്ടിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞാൽ ആൾ ഓക്കെ ആവും. കുറച്ച് നേരം നമ്മളിങ്ങനെ സോപ്പിട്ട് സെറ്റാക്കി എടുക്കണം. ഇനിയിപ്പോൾ കണ്ണേട്ടൻ്റെ കയ്യിലാണ് പിടിച്ചിട്ടുള്ളത്. ഇനിയൊരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും കണ്ണേട്ടന് അതെങ്ങനെയെങ്കിലും ഫോണ് ശ്രദ്ധ മാറ്റി കൊണ്ടുപോകും. അങ്ങനെയാണ്. ഒരു 5-10 മിനിറ്റിലധികം ഒന്നും നമുക്കിങ്ങനെ കാണിക്കാൻ പാടില്ല കേട്ടോ. ശരിക്കും കാണിക്കാൻ തന്നെ പാടില്ല. പക്ഷെ വഴിയില്ലല്ലോ, നമ്മളൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ കുട്ടികളും അതിന് അഡിക്റ്റ് ആവുകയാണ്. നമുക്ക് എന്തായാലും ഫോണില്ലാതെ പറ്റില്ലല്ലോ ഗെയ്സ്, എന്താ ചെയ്യും. പീലിക്കുട്ടി മാത്രമല്ല കേട്ടോ, പീലിക്കുട്ടിയുടെ പ്രായമുള്ള എല്ലാവരും അങ്ങനെ ഇരിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അതിൻ്റെ മുന്നേയും കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം പീലിക്കുട്ടീനെ ഒന്ന് എൻ്റർടൈൻ ചെയ്യിപ്പിച്ചിട്ട് നമ്മളിങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് തൂത് വരെ ഒന്ന് പോകണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് റെഡി ആവലാണ്. അപ്പോൾ അതിനൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കുമായിരുന്നു കേട്ടോ ഞാൻ.
സബ്സ്ക്രൈബേഴ്സ് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഷോർട്ട്സ് ഇടണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ എങ്ങനെയും പോണതും പിന്നെ അതുപോലെ വാട്ടൈറ്റിൻ്റെ ഒക്കെ ഇടാൻ നോക്കാറുണ്ട്. എനിക്ക് പിന്നെ അങ്ങനെ ഇപ്പോൾ കൂടുതൽ സമയം അങ്ങനെ വീഡിയോൻ്റെ മുകളിൽ ഇരിക്കാൻ ടൈം കിട്ടാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാനിങ്ങനെ വീഡിയോ ലാഗ് അടിപ്പിക്കുന്നത്. എനിക്കാണെന്നുണ്ടെങ്കിൽ ദിച്ചുൻ്റെ പഠിത്തം പിന്നെ പീലിക്കുട്ടിയുടെ കാര്യം പിന്നെ ഞാനും ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പാടെ എനിക്ക് എത്തുന്നില്ല സത്യം പറഞ്ഞാൽ. എന്നാലും എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെ വീഡിയോ എടുത്തിടുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പാഷൻ ആയതുകൊണ്ട് ഞാനത് ഉറക്കി വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ചെയ്യും കേട്ടോ. ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യണത് എത്ര മണിക്കാന്ന് പറയട്ടെ കേസ്, ഒരു മിനിറ്റ്. 12:10 കേട്ടോ. ഇതിപ്പോൾ ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഈ ഒരു ടൈമാണ് എനിക്കിതിന് സെറ്റ് ആവുന്നത്. കാരണം പകലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പീലിക്കുട്ടിയുടെ ശബ്ദവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. പിന്നെ പീലിക്കുട്ടി ഒന്ന് ഉറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടും ക്ലാസ് അറ്റൻഡ് ചെയ്യാനും ഇവിടുത്തെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പോൾ അത് അങ്ങനെ ഒരു സിമ്പിൾ ലുക്കായിരുന്നു കേട്ടോ. കൂടുതൽ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അല്ലെങ്കിലും എൻ്റെ മേക്കപ്പൊക്കെ ഇങ്ങനെ തന്നെയാണ് ഗേസ്, നിങ്ങൾ കാണാറുള്ളതല്ലേ. കാണുമ്പോൾ തോന്നും എല്ലാവർക്കും ഓ എന്താ മേക്കപ്പ് എന്ന്. പക്ഷെ ഞാൻ ഇത്രയൊക്കെ തന്നെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും റെഡിയാലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ പോട്ടെ. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. 4 മണി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത്യാവശ്യം നല്ല വെയിലാണ് കേട്ടോ. എന്നാലും ഇതൊരു കുഴപ്പമില്ലാത്ത വെയിലാണ് കേട്ടോ. ഉച്ചത്തെ വെയിൽ സഹിക്കാൻ പറ്റില്ല ഗേസ്, കണ്ണ് പോലും വീഴില്ല എനിക്കും. അപ്പോൾ അതാ ഞാനുണ്ട് പിന്നെ മാഗിയും കൂടിയാണ് കേട്ടോ പോണത്. അപ്പോൾ കണ്ടോ, ഇതാണ് നമ്മുടെ പാടത്തിൻ്റെ ഒരു ലുക്ക് കേട്ടോ. നല്ല അടിപൊളിയല്ലേ കാണാൻ. എൻ്റെ ഫോണിൽ കാണേണ്ടേക്കാളും ഭംഗിയാണ് കേട്ടോ ശരിക്കും കാണാൻ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതിൽ കൂടെ തന്നെ പോവുകയാണ്. നല്ലൊരു വൈബാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ ഇതിപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പടം. കൊയ്ത്തൊക്കെ കഴിയുന്നതിൻ്റെ മുന്നേ അടിപൊളി സെറ്റായിരുന്നു. ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കുന്നു. പക്ഷേ അപ്പോഴൊന്നും എനിക്ക് അതിനുള്ളൊരു എന്താ ഇപ്പോൾ പറയുക, ഞാൻ വിചാരിക്കും പക്ഷെ അതിനുള്ളൊരു സിറ്റുവേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ നമ്മളെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ് കേട്ടോ ഗീസ്. ഈ ഒരു ടൈം ആയിട്ടുണ്ട് തിരിച്ചു പോരുമ്പം. ഇനിയിപ്പോൾ വൈകുന്നേരത്തെ ഫുഡ് ഒന്ന് സെറ്റാക്കണം. നമ്മൾ ഉച്ചത്തെ ഫുഡ് പുറത്തുനിന്നും പിന്നെ രാവിലത്തെ തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയതുകൊണ്ടേയും വൈകുന്നേരം കുറച്ച് പണിയാണ്. അപ്പോൾ അത് അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഞാൻ പീലിക്കുട്ടീനെയൊക്കെ ഒന്ന് മേലൊക്കെ കഴുകിച്ച് ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. പീലിക്കുട്ടീനെ ഞാൻ കണ്ണൻ്റെ അടുത്താക്കിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൈകുന്നേരം ചോറ് വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു കഞ്ഞി ഉണ്ടാക്കാമെന്ന് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണി കഴിയുമല്ലോ, കറിയൊന്നും ഉണ്ടാക്കട്ടല്ലോ. അപ്പോൾ അതാ നല്ല മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല പുളിമാങ്ങ. അപ്പോൾ അതും കൊണ്ട് ഉണക്കമുളകൊക്കെ വെച്ചിട്ട് തേങ്ങയൊക്കെ അരച്ചിട്ട് നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ ഒരു തവണത്തെ നമ്മളെ ഫസ്റ്റ് മാങ്ങ ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ദിച്ചുവിന് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവൻ ചമ്മന്തി ഇങ്ങനെ വെറുതെ കോരി കഴിക്കുകയായിരുന്നു കേട്ടോ. എരിവൊക്കെ പാകത്തിനായിരുന്നു, നല്ല അധികം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പുളിയൊക്കെ പാടായിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ചമ്മന്തിയൊക്കെ അരച്ച് വെച്ചിട്ട് ഞാൻ പോയിട്ടൊന്ന് ഫ്രഷായി വന്നിട്ടുണ്ടായിരുന്നു. പീലിക്കുട്ടിക്ക് ഇപ്പോൾ ഉണ്ടല്ലോ വീഡിയോ എടുക്കുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അവളിപ്പോൾ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിരിക്കും, പിന്നെ ഓരോ ശബ്ദങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ സംസാരിക്കാനൊക്കെ നോക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഭാവി വ്ളോഗറാണ് ഗൈസ് ഇരിക്കുന്നത്. കണ്ടോ, എന്തോ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ഓൺ ആക്കിയപ്പം ഡാൻസാണ് തോന്നുന്നു. ഇതൊക്കെ ഒരു നാണം, ആ ഒരു അഭിനയമാണ് കേട്ടോ. നാണം അഭിനയിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അങ്ങനെയൊക്കെയാണ് ആൾ കൈ കണ്ടോ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോ ആക്ടിങ്ങും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വന്നതിന് ശേഷം കാണേട്ടന് പൂരത്തിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കൈലിയാട് പൂരാണ്, അപ്പോൾ അതിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഒരു ഫുഡൊക്കെ കഴിച്ചിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ലേറ്റ് ആവുന്നുണ്ടാവും വരാനും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഈ ഒരു മിനി ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഡെയിലി വ്ളോഗ് വേണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമാണ് ഗേസ് ഞാൻ ഇടുള്ളൂ. നിങ്ങളുടെ ഒരു സപ്പോർട്ടില്ലാതെ ഞാൻ എങ്ങനെ ഇടാനാണ് ഗേസ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.